മിശിഹ പാച്ചിന്റെ പേരില്ല സൈനികനെ ശിക്ഷിച്ചത് അച്ചടക്ക ലംഘനത്തിനെന്ന് IDF. യെരുശലേം സൈനികനെ ശിക്ഷിച്ചത് മിശിഹ പാച്ച് ധരിച്ചതിനല്ല, മറിച്ച് അച്ചടക്ക ലംഘനത്തിനായിരുന്നെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ബുധനാഴ്ച വ്യക്തമാക്കിയത്. തനിക്ക് ലഭിച്ച 3 മാസത്തെ ജയിൽ ശിക്ഷയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ സൈനികന്റെ നടപടിയിലാണ് IDF വിശദീകരണം നടത്തിയത്. സൈനികനെ വിചാരണ ചെയ്തത് അച്ചടക്ക ലംഘനം നടത്തിയ കുറ്റത്തിനാണ്, വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെട്ട കുറ്റത്തിനല്ല. സൈനിക അച്ചടക്ക ചട്ടങ്ങൾ അനുസരിച്ച് കേണൽ പദവിയിലുള്ള ഒരു മുതിർന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന് അത്തരമൊരു കുറ്റത്തിന് 30 ദിവസം വരെ സൈനിക തടവ് ശിക്ഷ നൽകാൻ അധികാരമുണ്ട്. സൈനികന്റെ നിയമപ്രതിനിധി സമർപ്പിച്ച അപ്പീലിന് IDF നേരിട്ടു മറുപടി നൽകി. IDF വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞ മിശിഹ എന്ന അടയാളം പതിച്ച യൂണിഫോം ധരിച്ചതിന് ഒരു സൈനികൻ 30 ദിവസത്തെ സൈനിക തടവിന് ശിക്ഷിച്ചത് വാർത്തയായതിനെ തുടർന്നാണ് IDFന്റെ വിശദീകരണം. സൈനികനെ ശിക്ഷിച്ചത് മിശിഹ പാച്ച് ധരിച്ചതിനല്ല, മറിച്ച് അച്ചടക്ക ലംഘനത്തിനായിരുന്നെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ബുധനാഴ്ച വ്യക്തമാക്കിയത്. തനിക്ക് ലഭിച്ച 3 മാസത്തെ ജയിൽ ശിക്ഷയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ സൈനികന്റെ നടപടിയിലാണ് IDF വിശദീകരണം നടത്തിയത്. സൈനികനെ വിചാരണ ചെയ്തത് അച്ചടക്ക ലംഘനം നടത്തിയ കുറ്റത്തിനാണ്, വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെട്ട കുറ്റത്തിനല്ല. സൈനിക അച്ചടക്ക ചട്ടങ്ങൾ അനുസരിച്ച് കേണൽ പദവിയിലുള്ള ഒരു മുതിർന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന് അത്തരമൊരു കുറ്റത്തിന് 30 ദിവസം വരെ സൈനിക തടവ് ശിക്ഷ നൽകാൻ അധികാരമുണ്ട്. സൈനികന്റെ നിയമപ്രതിനിധി സമർപ്പിച്ച അപ്പീലിന് IDF നേരിട്ടു മറുപടി നൽകി. IDF വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞ മിശിഹ എന്ന അടയാളം പതിച്ച യൂണിഫോം ധരിച്ചതിന് ഒരു സൈനികൻ 30 ദിവസത്തെ സൈനിക തടവിന് ശിക്ഷിച്ചത് വാർത്തയായതിനെ തുടർന്നാണ് IDFന്റെ വിശദീകരണം.